സാധാരണക്കാരെ പോലെ അല്ല കേട്ടോ. നല്ല ദാഹമുള്ള ഒരു ഒറ്റ തുള്ളി പോലും അതിനകത്ത് വെച്ചിട്ടില്ല. ശബ്ദം വെറൈറ്റി ശബ്ദം കേൾക്കുന്നതിനകത്ത് കഴിഞ്ഞു കഴിഞ്ഞോട്ടാ. 120 രൂപ. 120 ഒരു വെള്ളത്തിനോ? ആ കഷ്ടമായി പോയി. അയ്യോ പൈസ ഇല്ലേ? പൈസ പേഴ്സ് എടുക്കാൻ മറന്നു കേട്ടോ. ഇതിനകത്ത് ചേട്ടാ പിന്നെ അതിനകത്ത് ചിലര് കളിപ്പിച്ചിട്ട് പോയി. എല്ലാ സെറ്റപ്പും ഇപ്പൊ എല്ലായിടത്തും ഇതാണല്ലോ. അയ്യോ പ്രശ്നമാണ് കേട്ടോ. എന്താണ്? അല്ല ഇത് ചില സമയത്തേ ഇത് ശരിയാവത്തില്ല. ഫോണിന്റെ കുഴപ്പമാണ്. ഫോണിന്റെ കുഴപ്പമൊന്നുമില്ല, ഇത് ശരിയാവത്തില്ല. ചില സമയത്ത് ശരിയാവത്തില്ല. നെറ്റ് ഓണാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നോക്കിയെന്ന്. അല്ല നിങ്ങളെ എന്റെ നെറ്റ് ഉണ്ടല്ലോ. എവിടെ നെറ്റ് ഉണ്ടല്ലോ. എവിടെ നോക്കട്ടെ. ഇതിൽ ഗൂഗിൾ പേ ഉണ്ടോ? പിന്നെ ഗൂഗിൾ പേ ഉണ്ടല്ലോ. പിന്നെ ഇപ്പൊ ഞാൻ നോക്കി തരാം. അത് മൊബൈലിന്റെ കുഴപ്പമാണ്. അതാ ഞാൻ പറഞ്ഞത്. പറഞ്ഞത് മൊബൈൽ നല്ല മൊബൈൽ മേടിക്കണം. കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. പിന്നെ ഇത് പിൻകോഡ് അറിയാലോ? പിന്നെ പിൻകോഡ് ഒന്ന് അടിച്ചേ. 4455. 120 രൂപ അക്കൗണ്ടിൽ വന്നാന്ന് നോക്കി. 120 രൂപ വന്നിട്ടുണ്ട്. ഓക്കെ ശരി. ഇങ്ങനെ വേണം ചിലര് കളിപ്പിക്കും ഞങ്ങളെ. അല്ല ഇത് സംഭവം എന്ന് പറഞ്ഞല്ലേ, ഞാൻ ഈ കറുത്ത ബന്നിനിട്ട ആൾക്കാർ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് വെറൈറ്റി ഐറ്റം. ഇടയ്ക്കിടയ്ക്ക് ഫാമിലി ആയിട്ട് വരണം. ഭയങ്കര സംഭവം. കള്ളത്തരം കാണിക്കാനുള്ള പരിപാടിയായിരുന്നു. ഞാൻ പിടിച്ചോണം. ഇതാണ് സംഭവം. കഴിഞ്ഞുള്ളൂ. 160 രൂപ സ്കാൻ ചെയ്തു. ഇത് കൊണ്ടുവച്ചപ്പോ ഭയങ്കര പുച്ഛമായിരുന്നില്ല. നാട്ടെ പടപടയെ പൈസ കയറുന്നു. ആണോ? പക്ഷെ നിങ്ങൾ ഇതിൽ സ്കാൻ ചെയ്യണം പറഞ്ഞാൽ എന്റെ അക്കൗണ്ടിൽ 5 പൈസ പോലും വരില്ലല്ലോ. അല്ല ഞാൻ അന്നേ പറഞ്ഞാണ് ഈ സാധനം ഒന്നും വേണ്ട, നേരിട്ട് കാശ് വാങ്ങിച്ചിട്ടാ മതി എന്ന്. മുതലാളി ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഏരിയയിൽ എല്ലാ കടലും ഈ സാധനം ഉണ്ട്. നമ്മുടെ ഇത് ചാളി മാത്രമേ ഇത് ഇല്ലാതെ ഉള്ളൂ. എടാ എന്ന് പറഞ്ഞ ഇതിൽ ഒരു പൈസ പോലും എന്റെ അക്കൗണ്ടിലോട്ട് വരില്ല. പിന്നെ അങ്ങനെ വരാത്ത എന്താ? എല്ലായിടത്തും ഉണ്ടല്ലോ. നിനക്ക് ഇത് എവിടെന്നാ കിട്ടിയത്? നീ ഇത് എവിടെന്നാ വെച്ചിരിക്കണേ? പിന്നെ ഇത് അപ്പുറത്തെ കടയിൽ എടുത്തോണ്ടോന്നില്ലേ? ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ അവൻ അപ്പുറത്തെ കടയിൽ പോയി ഇവിടെ എടുത്തോണ്ട് വന്നില്ലേ? ഇവിടെ അപ്പുറത്തെ കടയിലുള്ള ഇതാണ് ഇവിടെ കൊണ്ടുവച്ചിരിക്കണത്. അതെന്താ? ഇവിടെ പൈസ മുഴുവൻ അപ്പുറത്തെ കടയിലല്ല പോകും. ഇത് എന്തൊരു മണ്ടനാണ്. ഈ സാധനം ഇവിടെ ഇരിക്കുമല്ലോ, പൈസ അങ്ങോട്ട് പോകും ഇയാൾ പറയുന്നത്. ഞാനാ മണ്ടായി. ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ ഈ ഓണം കൂടെ ഉള്ളു. ഞാൻ ഇല്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ നിക്ക് പുള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നല്ല മനുഷ്യനാണ്. എന്താണ്? എനിക്ക് പുറത്തോട്ട് പോകാനുള്ള കാര്യങ്ങൾ റെഡിയാക്കി വെച്ചേക്കല്ലേ. പുറത്തോട്ട് പോകുന്നു മിണ്ടല്ലേ? അതെന്തുവാ? ഞാനല്ലേ ഇവിടെ ആദ്യം വന്നേ. നിന്നെക്കാട്ടും മുമ്പ് ഞാനല്ലേ വന്നേ. എടാ നീ ഞാൻ പറഞ്ഞെന്ന് പറയരുത് ചെന്ന്. ഇവിടെ എനിക്കറിയാമല്ലോ, മൂത്ത പെങ്ങള് ശ്രീധരത്തിന്റെ പ്രശ്നം പറഞ്ഞ് എന്റെ വീട്ടിൽ വന്ന് നിൽക്കുക. എനിക്ക് പുറത്ത് പോയി 10 പൈസ ഉണ്ടാക്കിയ കാര്യങ്ങൾ ഞാൻ പോകാടാ. അത് നിനക്ക് പോവാം. ഞാൻ പോവാന്ന്. പോണോ? പോവാം. പുറത്ത് പോയി പണിയണം. ഞാൻ സംസാരിക്കാം. മലയാളി ഞാൻ മറ്റേത് അവനോട് പറഞ്ഞു. ഇതിലൊരു പൈസ വന്നിട്ടില്ല കേട്ടോ. ഞാനത് അവനോട് പറഞ്ഞു. എന്ത്? എനിക്ക് പുറത്തേക്ക് പണി റെഡിയാക്കിയെന്ന് പറഞ്ഞില്ലേ? അല്ല ഞാൻ പോവാം കേട്ടോ. അവന് ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ലല്ലോ. ഞാൻ പോട്ടെ. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അവന്റെ കാര്യങ്ങൾ നടക്കട്ടെ. ഞാൻ പുറത്തു പോകും. എന്നാ നീ പുറത്തു നോക്കും. മുതലാളി എന്നാലും ഇവനെ പോലെ പൊട്ടറെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ എ സിക്കകത്തുള്ള പണിയും കളഞ്ഞിട്ടെ പുറത്ത് ആ വെയിലത്ത് നിന്ന് വിറവ് പുറത്ത് നിന്ന് വെയിലത്ത് നിന്ന് വിറവ് ഗൾഫിലെ കാര്യമല്ലേ പറഞ്ഞു. പുറത്തെ പണിയുടെ കാര്യമല്ലേ പറഞ്ഞു. ഇവിടുത്തെ അകത്തെ പണിന്ന് മാറ്റിട്ട് ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ഇങ്ങ് വാ. എടാ ഇത് ഇന്നലെ വൈകുന്നേരം ഇവിടെ കൊണ്ടുവച്ച ഗ്യാസ് ഊറ്റിയാണ്. ഇതൊന്നും എടുത്ത് അകത്ത് വെക്കാൻ നിന്നെ കൊണ്ട് പറ്റൂലേടേ. അല്ല മുതലാളിക്ക് കൈമുഖത്തില്ല. മുതലാളി അങ്ങോട്ട് എടുത്ത് വെച്ചാൽ മുഖത്തില്ലേ? എടാ എനിക്ക് ആ ഡോക്ടർ എന്റെ അടുത്ത് പറഞ്ഞല്ലേ എന്റെ ഇതുപോലെ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ എന്റെ കയ്യിലെ കുഴ പ്രശ്നമാണ്, ഞാൻ ഇതൊന്നും തൂക്കി എടുക്കലെന്ന്. അല്ലെ ഞാൻ എടുത്തോണ്ട് പോലെ അങ്ങനെ എന്റെ കയ്യിലെ കുഴ തെറ്റിയിരിക്കുകയാണ്, ഇതൊന്നും തൂക്കി എടുക്കാൻ വയ്യ. മുതലാളി എന്താണ് ഈ പറയുന്നത്? മുതലാളി നിസ്സാര കേസിട്ടുള്ളൂ. ഈ സാധനം ഇങ്ങനെ ഇവിടെ കൊണ്ട് വെക്കുന്നത് ഇവിടുത്തെ കൈ ഊരി പോകുന്ന പറഞ്ഞ ആര് പറയുന്നത്? ഇപ്പൊ നിനക്ക് ഇങ്ങനെ എടുത്തോണ്ട് പോവാം, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, എന്റെ കുഴയിൽ പോയിരിക്കില്ല. വേണ്ട ഞാൻ എടുത്തോളാം. പോരെ, തീർന്നേ, കാര്യം തീർന്നല്ലോ. ആരോട് പറയാൻ? മണ്ടന്മാരെ വെച്ച് ഫ്രീസർ ഓൺ ആക്കിയാ ഒരു കുഴപ്പമില്ല. അതിൽ കസ്റ്റമർ വന്നാൽ മതി. കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഠിക്കേണ്ട കാര്യമാണ്. കസ്റ്റമർ വരുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം കസ്റ്റമർ കെയർ എന്താണെന്ന്. ഗുഡ് മോർണിംഗ് സർ, പ്ലീസ് സർ. സർ ഹാവ് എ നൈസ് ഡേ. ഐസ് വേണ്ട, തൊണ്ടക്ക് പ്രശ്നമാണ്, പാട്ടുകാരനാണ്. ഓക്കെ സാർ, സാറിന് ഭയങ്കര ഒരു ലക്കി ഡേ ആണ്. സാറിന് വന്ന് കയറിയിരിക്കുന്നത് ഐസ്ക്രീമിന്റെ ഒരു കലവറയിലേക്കാണ്. അയ്യോ, അടുക്കളയിലോട്ടാണോ? സാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീമിന്റെ ഫുൾ വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. വി ഹാവ് ദ കോസ്റ്റ്ലി ഐസ്ക്രീം ടു.
കോസ്റ്റ്ലി ആ ഐസ്ക്രീം ഇന്ത്യയിലെ ഏറ്റവും കോസ്റ്റ്ലി ഐസ്ക്രീം നമ്മുടെ കയ്യിലുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കോസ്റ്റ്ലി ഐസ്ക്രീം കഴിക്കാൻ ഞാനായിട്ട് അംബാനി ഒന്നുമല്ല, ഞാൻ അംബുജാക്ഷനാണ്. ഞാൻ വേറെ കടയിൽ പോയി സാറിന് സാറിന് പുതിയ ആളായതുകൊണ്ടാണ് പുതിയ ഒരാളാണ് സാറ് പറഞ്ഞു ഡീൽ ചെയ്യാൻ അറിയത്തില്ല. സാർ എന്താണ് വേണ്ടത്? എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പാണ് ആവശ്യം. സാർ എല്ലാ കാര്യങ്ങളും കൂടെ നിന്നോളാം. Okay. എന്താണ് വേണ്ടത് പറഞ്ഞു. എനിക്കൊരു കാമുകിയുണ്ട്. ഓക്കെ സാർ ഇവിടെ ഒരുപാട് പേര് കാമുകാനായിട്ട് വരാറുണ്ടല്ലേ? കാമുകന്മാർക്ക് പറ്റിയ സ്ഥലം ഐസ്ക്രീം പറ. ഓക്കെ ഓക്കെ. അപ്പൊ ഞാനൊരു ഹെൽപ്പാണ് ചോദിക്കുന്നത്. ചോദിച്ചോ. എന്റെ കാമുകി ഇവിടെ വരും. അപ്പൊ എനിക്ക് അവളൊന്ന് ഇംപ്രസ് ചെയ്യണം. ഓക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. ഞങ്ങളും നമ്മളെല്ലാരും കൂടെ ഇംപ്രസ് ചെയ്യണം. അല്ല അവർക്ക് കുഴപ്പമില്ലെങ്കിൽ ചെയ്യാം. 3-4 പേരൊക്കെ ഇംപ്രസ് ചെയ്യാന്ന് വെച്ചാ കേസാവോ സാർ? അയ്യയ്യ, നീ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവൾ ഇവിടെ വരുമ്പോ ഒരു ചെറിയ ഇടപാട് ഇവിടെ നടക്കും. അയ്യോ അതിവിടെ നടക്കത്തില്ല കേട്ടോ. സ്ഥലം മാറിപ്പോയി. ഈ സാർ സ്ഥലത്ത് സാർ കാര്യം ചെയ്തു. എന്തായാലും നമ്മുടെ കടയിൽ വന്നിട്ടില്ല, വിഷമിച്ച് പോകണ്ട സാർ. ഇത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചെറിയൊരു ലോഡ്ജ് ഉണ്ട്. 1500 രൂപ കൊടുത്താൽ മതി. നല്ല റൂംസ് ഉണ്ട്. ആ താഴത്തെ ഒരു 102 റൂം ഉണ്ട്. അതെടുക്കല്ലേ, ഫാൻ കേടാണ്, വേർത്ത് കുളിക്കും. 301 എടുക്കല്ലേ, കട്ടിലാടും. ഈ അതല്ലെന്ന്, അതല്ല. പിന്നെ എനിക്ക് അവളും എന്റെ കാമുകിനെ എനിക്കൊന്ന് പ്രപ്പോസ് ചെയ്യണം. ഓ എപ്പോ വരും അപ്പൂസ്? എപ്പോ വരും അപ്പൂസ? അല്ലടാ പോടാ, കക്കൂസ് എപ്പോ വരും? എഴുന്നേറ്റ് പോയടാ സാറേ. എത്ര കുബൂസാണ് ഞാൻ കൊണ്ടുവരാം. എന്റെ പൊന്നോ, നിങ്ങൾ പറയണ കേക്ക്. അൻ മേലോട്ട് കേറല്ലേ? എനിക്ക് അവിടെ ഒന്ന് പ്രപ്പോസ് ചെയ്യണം. എനിക്ക് അവളോട് വിവാഹാഭ്യർത്ഥന നടത്തണം. അത് ഐസ്ക്രീം പാർലർ സ്ഥിരം നടക്കണേ. മനസ്സിലായില്ലേ? അപ്പൊ വേറെ സംഭവം എന്ന് പറഞ്ഞെങ്കിൽ എന്റെ അമ്മയുടെ അത്തച്ചിട്ടിയുടെ 10,000 രൂപയെന്ന് 2,000 രൂപ മറിച്ചിട്ടാണ് ഞാൻ ഈ കളി കളിക്കുന്നത്. അപ്പൊ ഈ 2,000 രൂപ ഞാൻ അങ്ങ് തരും. എനിക്ക് നിങ്ങളുടെ കട എനിക്കൊന്ന് തരണം. 2000 രൂപയ്ക്ക് 20 ലക്ഷം രൂപ കടവത്തിന് എടുത്ത് നടത്തണം. ഞാൻ 2000 കുണമയ്ക്ക് തനിക്ക് കട തരണം. അല്ല അതല്ല ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഏതാ ഞാനിപ്പോ 2,000 രൂപ അങ്ങോട്ട് തരും. അപ്പൊ ചെറിയൊരു നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് പറ. അതായത് നിങ്ങൾ ഇവിടുത്തെ സ്പെഷ്യൽ കേക്ക് ഉണ്ടല്ലോ, ആ കേക്ക് ഉണ്ട് സാർ. സാർ സ്പെഷ്യൽ വെറൈറ്റി ഓഫ് കേക്ക് ഉണ്ട്. ഓക്കെ. അപ്പൊ ആ കേക്ക് ഞാൻ അവൾക്ക് കൊടുക്കുന്നു. അവള് ആ കേക്കിനകത്ത് ഞാനൊരു സ്വർണ്ണ മോതിരം ഇങ്ങനെ വെക്കും. മനസ്സിലായോ? അവളറിയാതെ. അപ്പൊ അവള് കേക്ക് കഴിക്കുമ്പോ ഈ സ്വർണ്ണ മോതിരത്തിൽ ഇങ്ങനെ കൈ തൊടും. അപ്പോൾ ചേട്ടാ ഇതിലെന്തോ ഉണ്ട് എന്ന് പറയും. എന്തോ ഉണ്ടെന്ന് പറയുമ്പോൾ 2 സൈഡിൽ നിന്ന് 2 മാലാഖമാര് വരുന്നു. പൂത്തിരി ഇങ്ങനെ പൊട്ടിക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ മുട്ടു തിന്നിട്ട് ഐ ലവ് യു ആണോ കണ്ട വിൽ യു മാരി മീ എന്ന് പറയും. വിൽ യു മാരി മീ എന്ന് പറയും. അപ്പൊ 2 സൈഡിൽ നിന്ന് 2 മാലാഖ സാറ് പൊട്ടിക്കുന്നു. വിൽ യു മാരി. പക്ഷെ അത് നടക്കില്ല സാറേ. സംഭവം നടക്കില്ല. ഈ നമ്മുടെ മാലാകന്മാരില്ല, അതാണ്. അയ്യോ, മാലാഖ ഞാൻ പറഞ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാറിന്റെ ഉണ്ടോ മാലാഖ? പിന്നല്ല, സുരേഷ് ഏട്ടാ മാലാഖ ഒക്കെ അല്ലേ? ഇല്ലേ, ചിറക് കിട്ടിയില്ലെന്നാ? എടാ എന്ത് പണി ഈ സമയത്ത് പറഞ്ഞ ഞാനിപ്പോ അവിടെ പോയി മാലാഖനെ തപ്പും. ഡ്രാക്കുള മതി എന്നാ ഓടെ കൂടെ അവിടെ നിന്ന്. ചേട്ടാ അതെ മാലാഖ പൊളിഞ്ഞു. മാലാഖ കിട്ടൂല, ഇപ്പൊ എന്ത് ചെയ്യും? അയ്യോ മാലാഖ ഇല്ലേ? വേറെ കട നോക്കുന്നതായിരിക്കും നല്ലത്. സാറേ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. സാറിന് 2 മാലാഖയല്ലേ വരൂ? അതെ. മാലാഖ 2 മാലാഖ ഞാൻ തന്നാ പോരെ? 2 മാലാഖ സാറേ എന്റെ 2 മാലാഖയെ പോലത്തെ പിള്ളേരായത്. സാറേ ഇവര് വരും സാറേ മാലാഖയായിട്ട്. അയ്യേ പക്കയാണ്. സാറൊക്കെ എടുക്കാൻ മാലാഖ വരും. പറഞ്ഞാൽ മതി. അപ്പൊ ചേട്ടൻ എന്റെ കാമുകി, ഞാൻ സാറിന്റെ കാമുകി. അപ്പൊ ഞാൻ അവള് കൊണ്ടുവന്നിരുന്നു. ശ്രദ്ധിച്ച് കേക്കണേ. അപ്പൊ കേക്ക് ഇങ്ങനെ വെച്ചു. അപ്പൊ കഴിക്കൂ എന്ന് പറയുമ്പോ എന്റെ കാമുകി കഴിക്കും. അപ്പോൾ ഇങ്ങനെ തൊടും. അപ്പൊ അതിനകത്ത് അയ്യോ ചേട്ടാ എന്തോ തടയുന്നു. ഈ സമയത്ത് വരുന്നു ചീറ്റിക്കുന്നു. വിൽ യു മാരി മീ? സിനിമ ചെയ്തൂടെ? സിനിമ പ്ലാനിങ് ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഉള്ളതാ. ഇതാണ് മോതിരം വെക്കണ്ടേ? പൊന്നോ, അമ്മയുടെ അത്തച്ചിട്ടി. എത്ര രൂപ ഉണ്ടായിരുന്നു ചിട്ടി? 10,000 രൂപ. അതിനൊന്നും പറഞ്ഞല്ലേ? 8,000 രൂപ മോതിരം മേടിച്ചിട്ട് വന്നേ. മോതിരത്ത് വെച്ചേക്ക്. ഒരു മിനിറ്റ്. എന്താ സാറേ? ഞങ്ങൾ റെഡിയാക്കാം. നമ്മൾ തമ്മിൽ ഒരു പരിചയമില്ല. ക്ലാര, നീ എവിടെ എത്തി? അട്ട ഐസ്ക്രീം പാർലറിന്റെ ഫ്രണ്ടിലുണ്ടാ? അകത്തേക്ക് പോരും. ഞാൻ ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് പോരി. ക്ലാര ആശുപത്രി പോ. എന്ത് ക്ലാര വന്നു കഴിഞ്ഞാൽ കീറിക്കളയാൻ പറ്റും. ക്ലാര അല്ല, ക്ലാര എന്റെ കാമുകി. അതാണ് പണ്ടാരത്തിന്റെ പേര്. ഓക്കെ എന്താ ലേറ്റ് ആയത്? അത് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു.
ചേട്ടൻ വന്നിട്ട് കുറെ നേരമായോ? കുറെ നേരം വന്നിട്ട് പ്ലാനിങ്ങിലായിരുന്നല്ല. അല്ല ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് നീ വരാനുള്ള കാത്തിരിപ്പായിരുന്നല്ലോ. എങ്ങനെയുണ്ട് എന്റെ ഈ സെറ്റപ്പ്? ഈ പാട്ട റെസ്റ്റോറന്റ് കിട്ടിയുള്ള? അല്ല ഇത് ഇവിടെ കിട്ടാവുന്ന ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആണ്. ആണോ? അയ്യോ ഇവിടത്തെ സാറേ എന്താ സാറേ എപ്പോ സാറേ? അല്ല ഞങ്ങള് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി. ഐസ്ക്രീം കഴിക്കണം. എന്ത് ഐസ്ക്രീം സാറേ വേണ്ടത്? എന്താ സാറേ വൈഫാണോ? വൈഫല്ല, സാറിന്റെ വൈഫാവാൻ പറ്റിയൊരു പെൺകുട്ടി. ഭയങ്കര മേഡ് ഫോർ ഈച്ച് അതർ ലൈക്ക്. സാറേ എന്താ എടുക്കണം? ഇവിടെ കേക്ക് അടിപൊളിയാണ്. അയ്യോ അടിപൊളി കേക്ക്. കേക്ക് എനിക്ക് വേണ്ട. അയ്യോ എനിക്ക് നെഞ്ചരിച്ചിലാവും. കേക്ക് വേണ്ടേ? നെഞ്ചരിച്ചില്ല. വേണ്ട കോസ്റ്റ്യൂം വേണ്ട, സംഭവം പൊളിഞ്ഞു. കേക്ക് വേണ്ട. അല്ല ഇവിടുത്തെ കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പേഷ്യസ് ആണ്. അതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് നല്ല വില കൂടി. വേണ്ട ഏട്ടാ, എനിക്ക് ഗ്യാസ് കയറി പിന്നെ ഛർദ്ദിക്കാൻ വിട്ടു. ഇവിടുത്തെ കേക്ക് കഴിച്ചെന്ന് കണ്ടല്ല, ഈ നല്ല വെളുക്കുന്ന പറഞ്ഞേക്കാം. വെളുക്കും. പിന്നെ ഇവിടുത്തെ കേക്ക് സ്വർണം കൊണ്ടാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. സ്വർണം സംഭവം ചീഞ്ഞ്, സാധനം ചീഞ്ഞ്. ഇടണ്ട സാധനം ചീഞ്ഞു. സ്വർണം എനിക്ക് വേണ്ടി ഒരു കേക്ക് കഴിക്കും പ്ലീസ്. ഒരു കേക്ക് ഇന്ന് എനിക്ക് വേണ്ടി കഴിക്കും പ്ലീസ്. ശരി, ഒന്ന് ഓർഡർ ചെയ്തോ. കേക്ക് 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 വരട്ടെ. കേക്ക് വരുന്നു. സർ ഐസ്ക്രീമും കേക്കും വരട്ടെ. ഐസ്ക്രീം Yeah, ma'am. This is our special cake. Enjoy. ഐസ്ക്രീം പിന്നെ കഴിക്കാം. കേക്കല്ലേ ആദ്യം കഴിക്കേണ്ടത്. ഓ ശരി ശരി ശരി. എന്നാലും ആദ്യം ഐസ്ക്രീം. ചേട്ടാ എന്താ എന്തോ തടയുന്ന? ചേട്ടാ അണ്ടിപ്പരിപ്പ്. പൊട്ടിക്കണം. മോതിരം കിട്ടിട്ട് പൊട്ടിച്ചാ മതി. കിട്ടിയില്ലേ? പൊട്ടിപ്പോയി പൊട്ടുന്നില്ലടാ. ചേട്ടാ എന്താ എന്തോ തടയുന്നല്ലോ? ചേട്ടാ കറുത്ത മുന്തിരി. പൊട്ടിക്കേണ്ടത് കേക്കിലൊക്കെ കറുത്ത മുന്തിരി ഇടും. അല്ല മോതിരം കിട്ടട്ടെ. തപ്പാനോ? ഇല്ലേ? തപ്പി സൈഡിൽ നോക്കി. ഇല്ലല്ലോ. എല്ലായിടത്തും നോക്കിയാ? ഇല്ല, തീർന്നു തോന്നുന്നു. താനെന്ത് പണിയാണ്? ഞാൻ വെച്ചതിനകത്ത് മോതിരമില്ല. ആരാടോ? ഓണർ ഓഫ് ദ ഇയാളത് എന്റെ കേക്കിലൊന്ന് കൈയിട്ടേക്കളെ. തോന്നിയ ദിവസം കാണിക്കട്ടെ. ഇവിടെ മോതിരൂടെ ചേട്ടാ എന്റെ ഭാര്യ. അയ്യോ എന്താ? അല്ല ഇത് കേക്ക് ടെസ്റ്റിംഗ്. കേക്ക് ടെസ്റ്റോ? ആ അതെ ഇത്. എന്നാ ഞാനിവിടെ ടെസ്റ്റ് ചെയ്യട്ടെ. പിന്നെന്ത്? അബു കേട്ടോ, ഇവിടെ വന്നിരിക്കും. ബാ, നല്ല ഐസ്ക്രീമും നല്ല കേക്കും. മോതിരം. സ്വർണ്ണ മോതിരം. അതെ, ഈ കേക്ക് വിറ്റ് കഴിഞ്ഞാൽ 3 രൂപയാണ് ലാഭം കിട്ടണത്. നിങ്ങൾ ഈ സ്വർണ്ണ മോതിരം വെച്ച് ആർക്ക് കൊടുക്കാൻ പോണത്? ഞാനാ? നിങ്ങൾ ഈ കോളേജിന്റെ ഫ്രണ്ടിൽ ഈ കട തുടങ്ങിയപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. നിങ്ങളല്ലേ? ആർക്ക് കൊടുക്കാനാ ഈ മോതിരം? നിങ്ങൾ ആർക്ക് കൊടുക്കാനാന്ന് ഞാൻ പറയട്ടാ. ഇത് ഞാൻ നിനക്ക് തരാൻ വേണ്ടി വാങ്ങിച്ചത്. ഇങ്ങോട്ട് വന്നേ. എന്റെ മോതിരമാണ്. ഞാൻ എന്റെ പെണ്ണെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഞാൻ മേടിച്ച മോതിരമാണ്. കൈ കാണിക്കേ. Will you marry me? അയ്യോ എടോ, തനിക്ക് എന്നെ പ്രപ്പോസ് ചെയ്യണമെങ്കിൽ താൻ കാശ് കൊടുത്ത് മേടിച്ച മോതിരം ആയിരിക്കണം. അല്ലാണ്ട് കണ്ട ചേച്ചിമാരുടെ മോതിരം മേടിച്ചോണ്ട് വരരുത് എന്റെ അടുത്ത്. കേട്ടല്ലോ? ചേച്ചി സോറി കേട്ടോ, എനിക്ക് തന്നെ വേണ്ട. നീ മേലെ എന്റെ പുറകെ വന്നു പോരുന്നു. അങ്ങനെ 2 എണ്ണം പൊട്ടി. എന്റെ അമ്മയുടെ അത്തച്ചിട്ടിയും പൊട്ടി, എന്റെ പ്രണയവും പൊട്ടി. 2 എണ്ണമല്ല 3 എണ്ണം. 2 എണ്ണം കൊണ്ടോട്ട് പൊട്ടെ. ഏതാ? പൊട്ടിക്കട്ടെ.